ഈ സ്വന്തം ഛായയിലും രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിന്റെ ഹിതപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ലോകം ഉണ്ടാക്കി തരുന്നതിലൊക്കെ എത്രയോ വലിയ സമാധാനവും സന്തോഷവും പ്രത്യാശയും അവൻ്റെ ഹോപ്പ് ഉണ്ടാവും. HOP, ഹോപ്പ്, പ്രത്യാശയോട് കൂടിയുള്ള ഒരു ജീവിതം അവനുണ്ടാവും. നമ്മളിങ്ങനെ പലപ്പോഴും കേട്ട് കാണും, അസത്തോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, അമർത്യോമ അമൃതംഗമയ. നമ്മൾ ഇന്ത്യയിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ശ്ലോകം അതാണ്. വളരെ അർത്ഥവത്തായുള്ള ഒരു കാര്യമാണത്. അതായത് അസത്യോമ സദ്ഗമയ എന്ന് പറഞ്ഞാല് അസത്യത്തിൽ നിന്ന് സത്യത്തിലോട്ട് വരിക, തമസോമ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് വരിക, അമർത്യോമ അമൃതംഗമയ എന്ന് പറഞ്ഞാല് മരണം വിട്ട് ജീവനിലേക്ക് വരിക, മരണം വിട്ട് ജീവനിലേക്ക് വരിക. അപ്പൊ നമ്മള് ഈ ലോക ജീവിതത്തില് നമ്മള് ശരിക്കും സത്യം അറിയാത്തോടത്തോളം കാലം അസത്യത്തിന്റെ വക്താക്കളായി ആർക്കോ വേണ്ടി എങ്ങനെയോ വേണ്ടിയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിലോട്ട് പോകും. എന്നാൽ സത്യം അറിയുമ്പോൾ, വെൻ യു നോ ദ ട്രൂത്ത്, ട്രൂത്ത് വിൽ റിലീസ് യു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് 32-ാമത്തെ വചനത്തോടെ പറയുന്നത്. വെൻ യു നോ ദ ട്രൂത്ത്, സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആ സത്യം അസത്യത്തിൽ നിന്ന്, ലോകം നമ്മളെപ്പോഴും അസത്യത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ലോകം എപ്പോഴും ഒരു മായാ ലോകത്തിലാണ്, സത്യത്തിലോട്ടല്ല നയിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ വചനം ഒന്ന് എടുത്തു നോക്കിയാൽ അറിയാം. ജോൺ ചാപ്റ്റർ 17:17 എടുക്കോ. ജോൺ ചാപ്റ്റർ 17:17 പറയുന്നുണ്ട് എന്താണ് സത്യം. ദൈവത്തിന്റെ വചനം മാത്രമാണ് സത്യമായിരിക്കുന്നത്. എടുത്തോ, ജോൺ ചാപ്റ്റർ 17:17 ഇങ്ങനെ പറയുന്നു, sanctity then by your truth, your word is truth, your word is truth. ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാണ് സത്യമായിരിക്കുന്നത്. ഈ സത്യമായിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അസത്യത്തിലോട്ട് പോവുകയും നമ്മൾ നാശകരമായ ഒരു ജീവിതത്തിന് അടിമയാവുകയും പോകും. നമ്മൾ അറിയാതെ തന്നെ പോകുന്നതാണ്. നമ്മൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യണ്ട. നമ്മൾ ഈ പോകുന്ന പോക്ക് തന്നെ നമുക്ക് പല കണക്കൂട്ടലുണ്ടെങ്കിലും അതിന്റെ അവസാനം ചെന്നെത്തുന്നത് നാശത്തിലേക്കാണ് ചെന്നെത്തുന്നത്. അതാണ് ഈ ലോക മനുഷ്യന്റെ പ്രത്യേകത. നമുക്കറിയാം, ആത്മീയമായ ഒരു മനുഷ്യനുണ്ട്, സ്പിരിച്വൽ മാനുണ്ട്, ബാഹ്യമായ ഒരു മനുഷ്യനുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ ബാഹ്യമായ മനുഷ്യന്, ഔട്ട്വേർഡ് മനുഷ്യന് തിന്നാൻ കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇൻവേർഡ് ആയിരിക്കുന്ന നമ്മുടെ ഉള്ളില്, ഇപ്പൊ ഞാനായിരിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോ ഈ ഞാൻ എന്ന് പറയുന്ന ആൾക്ക് ശരിക്കും ജീവൻ കിട്ടുന്നത് ആത്മാവിൽ കൂടിയാണ്. ആത്മാവ് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടാൽ ആ ആത്മാവ് ജീവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിനെ വീണ്ടും പരിപോഷിപ്പിക്കുക, തീറ്റിപ്പോറ്റുക, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഓരോ മനുഷ്യപ്രജയുടെയും ഉത്തരവാദിത്തമാണ്. പക്ഷേ അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ബാഹ്യമായ കാര്യങ്ങളിലാണ് എപ്പോഴും ശ്രദ്ധ വയ്ക്കാറ്, നമ്മൾ ശരിവെക്കുന്നത്. ലോകത്തെക്കുറിച്ചല്ല, ലോകത്തെക്കുറിച്ചുള്ള ആലോചനകളിലാണ്. ആത്മീയമായുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധയില്ല. ആത്മാവിന്റെ ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയില്ല. അതുകൊണ്ട് ബ്ലെസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ആത്മാവില് പുവർ ആണെന്നുള്ള ആൾക്കാര്, ബ്ലെസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, സ്പിരിറ്റില് നമുക്ക് അവരെയാണ് ദൈവരാജ്യം എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആത്മാവിൽ ദരിദ്രൻ ആരോ അവൻ സ്വർഗരാജ്യത്തിന് ഉടമയാണ്. ബ്ലെസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ് ഫോർ ദയേഴ്സ് ഇസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. അപ്പൊ ആത്മാവില് പുവർ, നമ്മുടെ ആത്മാവിന് ശരിയായ രീതിയിൽ ഭക്ഷണം കിട്ടിയില്ല എന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചറിയാം, ആ ആത്മാവിനെ ഫീഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം, സ്പിരിച്വൽ മാനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. അതുകൊണ്ട് ഇവിടെ പ്രവാചകൻ ചോദിക്കുന്ന ഹൂ ഈസ് വൈസ്, ഹൂ ഈസ് പ്രൂഡന്റ്. അതിൽ തന്നെ പറയാണ് ഈ ഹോശേയ പ്രവാചകന്റെ പുസ്തകം തന്നെ, അതിൽ 6-ാമത്തെ അധ്യായത്തില് വീണ്ടും പറയുന്ന കാര്യം 4-ാമത്തെ വചനം വായിക്കുന്ന ഇങ്ങനെയാണ്. 6:4 വായിക്കുന്ന ഇങ്ങനെയാണ്. 6-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വചനം വായിച്ചാലും മതി. 4:6 പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന യാഗമല്ല അചഞ്ചല സ്നേഹമാണ് ഹോമബലിയേക്കാൾ ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം.
ദൈവത്തിനെ കുറിച്ചുള്ള ജ്ഞാനം മനുഷ്യന് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ദൈവം പറയുന്നത്. ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം ഇല്ലെങ്കിൽ മനുഷ്യന്റെ ഇഷ്ടം പോലുള്ള വഴിക്ക് പോകും. അവന്റെ ഇഷ്ടം പോലെ ഹോശയ്യ 6-ാമത്തെ വചനമാണ് ഞാൻ പറഞ്ഞത്. ചാപ്റ്റർ 6 അതില് 6. അപ്പൊ ആരാണ് ബുദ്ധിമാൻ, ആരാണ് വിവേകി? ഹൂ ഇസ് വൈസ്, ഹൂ ഇസ് പ്രൂഡന്റ്? എന്നിട്ട് കർത്താവ് പറയാണ്, എനിക്ക് ബലിയും യാഗവും എന്നല്ല ആവശ്യം, എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനമുള്ള മനുഷ്യരെ ഇഷ്ടം. ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയണം. നമുക്ക് അറിയില്ല എന്ന് പറയുന്നതിലല്ല. അതാണ് ഇവിടെ പറഞ്ഞത്, ബ്ലെസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ദേ ആർ ലക്കി. അവർക്കാണ് സ്വർഗരാജ്യം. ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാ. അപ്പൊ ആത്മാവിൽ ദരിദ്രം, ഇപ്പൊ ഇപ്പൊ നിങ്ങള് ജോലിക്ക് പോകുന്നു, നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നതിന്റെ കാര്യം എന്താ? നമ്മളെ സ്പിരിച്വൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനെന്നല്ല നമ്മൾ ജോലിക്ക് പോണത്. നമ്മുടെ ഫ്രഷ്ലി നമ്മുടെ ജഡത്തിന്റെ താല്പര്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ തന്നെയാണ് നമ്മൾ ജോലിക്ക് പോണത്. നമുക്കറിയാം, നമ്മൾ 3-4 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് വിശന്ന് തുടങ്ങും. നമ്മള് വിശപ്പാണ് മനുഷ്യനെ വേല ചെയ്യിപ്പിക്കുന്നതെന്ന് ബുദ്ധിമാനായിട്ടുള്ള സോളമൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന് വിശപ്പില്ലെങ്കിൽ പിന്നെ വലിയ ജോലിക്കൊന്നും പോവില്ല. എന്തൊക്കെ പറഞ്ഞാലും 4-5 മണിക്കൂർ കഴിയുമ്പോൾ നല്ല വിശപ്പാവും, നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഭക്ഷണം വേണം, ഭക്ഷണം മേടിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം. അപ്പൊ ശാരീരികമായ ഒരു ആവശ്യമാണ്, അതൊരു ഫിസിക്കൽ നീഡാണ്. ഇതിനേക്കാൾ അപ്പുറമാണ് സ്പിരിച്വൽ നീഡ്. പക്ഷെ സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയ മനുഷ്യൻ എപ്പോഴും തളർന്നും ക്ഷീണിച്ചും വളരെ ഞെരുക്കത്തിലാണ് പോണത്. അതുകൊണ്ട് അവർക്ക് എന്തെന്നില്ലാത്ത ഒരു ദൈവിക കൃപ, ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കാൻ, ദൈവത്തിന്റെ കരുണയിലായിരിക്കാൻ സാധിക്കില്ല. അവരൊന്ന് വിചാരിക്കും, മറ്റൊന്നും ചെന്ന് പെടും. ഒന്ന് പ്രതീക്ഷിക്കും, മറ്റൊന്നിലായിരിക്കും ചെന്ന് എത്തുന്നത്. മനുഷ്യന്റെ കാലടിപ്പാടുകളെ നിയന്ത്രിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് അറിയുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ്. ദൈവം അതിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതും. മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, മനുഷ്യനെ കുടുംബമായിട്ട് ഏൽപ്പിച്ചു, ഒരു യൂണിറ്റ് ആക്കി. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിച്ച് സന്താനപുഷ്ടിയുള്ളവരായി നിറഞ്ഞു പെരുകി ഈ ലോകത്തെ കീഴടക്കി ആകാശത്തൂടെ പറന്നു പോകുന്ന പറവകളെയും അതുപോലെ തന്നെ കടലിലെ മത്സ്യജീവജാലങ്ങളെയും കരയിലെ ജീവജാലങ്ങളെയും ഒക്കെ അടക്കി വാണ് ദൈവത്തിന്റെ പ്രീതിയിൽ ഇവിടെ മുന്നോട്ട് പോകണമെന്നാണ് ദൈവം ഉൽപ്പത്തി, അതായത് ഏറ്റവും ആദ്യം തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദത്തിനെ ഹവ്വയെയും സൃഷ്ടിച്ച് അവരെ അനുഗ്രഹിച്ച് പറയുന്നത്. ജനസിസിന്റെ പുസ്തകം 1-ാം അധ്യായത്തില് 28-ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്കത് കാണാം. എടുക്കണ്ട. ജനസിസ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28 കാണുന്ന അതാണ്. മനുഷ്യനെ ദൈവം ആദ്യമായിട്ട് അനുഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി നിറഞ്ഞു പെരുകി ഈ ഭൂമിയെ കീഴടക്കുക, ഭൂമിയിൽ വാഴണം. നമുക്ക് ദൈവം അങ്ങനെ കുറെ അധികാരങ്ങളും കുറെ അവകാശങ്ങളൊക്കെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ കുടുംബം എന്നുള്ള യൂണിറ്റ് ഒക്കെ ഇപ്പൊ മാറി. ഇപ്പൊ ലിവിങ് ടുഗദർ ആണ്. ജീവിക്കണോ, എങ്ങനെ എത്ര കാലം ജീവിക്കണോ, ഒരുമിച്ച് ജീവിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കൂടെ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുക. ഈ പ്രത്യേക കാലഘട്ടത്തിൽ പോവാന്ന് പറയുമ്പോൾ ആത്മീയമായിട്ട് നമ്മൾ തിരിച്ചറിയുമ്പോൾ മനസ്സിലാക്കും, ഇത് പോകുന്ന വഴികള് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ജഡ്ജ്മെന്റിലേക്കാണ്. ആദ്യകാലത്ത് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായി, ഒരു ഫസ്റ്റ് ജഡ്ജ്മെന്റ്. അതേതാ ജഡ്ജ്മെന്റ് അറിയോ? ഞാൻ ആദ്യം ചോദിക്കുന്നത് സനോജിനോട് ചോദിക്കട്ടെ, അല്ലേ? ആരോട് ചോദിക്കണ്ടേ? ആദ്യം ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായി, ആർക്കും പറയാൻ പറ്റാ? സനോജ് പറയോ? സനോജ്, ഭൂമിയിൽ ഒരു ജഡ്ജ്മെന്റ് ഭൂമിയിൽ സനോജിനറിയോ? ശ്രദ്ധിക്കുക, ഭൂമുഖത്ത് വി പീപ്പിൾ ആർ ഓൾവേസ് എക്സ്പെക്ടിങ് ഫോർ എ ജഡ്ജ്മെന്റ്. ഒരു വരാൻ പോകുന്ന ജഡ്ജ്മെന്റിന് വേണ്ടി മനുഷ്യരെല്ലാവരും കാത്തിരിക്കുക. ദൈവത്തെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്, അത് വരാൻ പോകുന്നതാണ്. എന്നാൽ ഒരു ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്, അതറിയോ? അറിയില്ല, സനോജിന് അറിയില്ല. ഇനിയിപ്പോ ഞാൻ വേറെ ആരോടും ചോദിക്കുന്നില്ല, ആരെങ്കിലും പറയോ? ഓൾറെഡി വി ഹാവ് ഫേസ്ഡ് എ ജഡ്ജ്മെന്റ്. ദാറ്റ് ഈസ് വെരി എവിഡന്റ് in the world history, not only in Bible but in the world history itself is also revealed. You can go for the H.G. Wells or അല്ല, ടിന്നിൽ പറയണ്ട, വേറെ ആരെങ്കിലും പറയൂ. ടിന്നിൽ കുറെ കേൾക്കുന്നല്ലേ. എനിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓൾറെഡി ഒരു ജഡ്ജ്മെന്റ് ഈ ഭൂമുഖത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആര് പറയും? അഞ്ചു പറയോ? പറയുന്ന എന്താ പറഞ്ഞേ? ശരിയാണോ എനിക്കറിയില്ല. അന്ത്യക്രിസ്തു ആണോ?
അല്ലല്ല, അന്തിക്രിസ്തു അന്തിക്രിസ്തുവിന്റെ പ്രവർത്തനം ശരിക്കും വരാൻ പോകുന്നേ ഉള്ളൂ. അന്തിക്രിസ്തു അല്ല, ഞാൻ പറഞ്ഞ ഒരു ജഡ്ജ്മെന്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. 5 പറഞ്ഞില്ലേ, ആരെങ്കിലും ഇതുപോലെ പറയും അഭിപ്രായം 5 അല്ല. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു നോൺ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ ചിലപ്പോൾ അവിടെ തന്നെ പറഞ്ഞെന്ന് വരില്ല, അവർക്ക് പിന്നെ അത്ര ടച്ച് ഇല്ല. ബട്ട് ഇത് വേൾഡിൽ നടന്ന സംഭവമല്ലേ, അപ്പൊ അതുകൊണ്ട് അക്ഷയ് ടോണി അക്ഷയ് പറയോ? ഒന്ന് അക്ഷയ് പറഞ്ഞു, നേരം കളയണ്ട. അക്ഷയ്, ഒരു ജഡ്ജ്മെന്റ് നടന്നില്ലേ? രക്ഷയല്ല ഞാൻ ചോദിക്കുന്നത്, ജഡ്ജ്മെന്റ്. ശിക്ഷ ഒന്നും പറയില്ല, ന്യായവിധി, ഒരു ജഡ്ജ്മെന്റ്. കേട്ടണ്ട? ഒരു ജഡ്ജ്മെന്റ് ഈ ഭൂമുഖത്ത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അക്ഷയ്ക്ക് അറിയില്ല. ഓക്കെ, എനിബഡി അതേഴ്സ്? ഒരാൾ ശ്രദ്ധിച്ചോട്ടല്ലേ? ഓക്കെ, അപ്പൊ നാം തന്നെ പറയാം, ഇനി ശ്രദ്ധിച്ചാൽ മതി. ഈ ഭൂമുഖത്ത് ഓൾറെഡി ഒരു ജഡ്ജ്മെന്റ്, അതിന് ഞാനൊരു തെളിവും തരാം നിങ്ങൾക്ക്. ഇനി ഒരു തെളിവും തരാം. ഒരു ജഡ്ജ്മെന്റ് നടന്നത് തന്നെ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം എടുക്കുന്നു വേണ്ട കേട്ടോ, എടുക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം കാണുമ്പോൾ നമുക്ക് കാണാം, ഒരു വെള്ളപ്പൊക്കം നടന്നായിട്ട് നമ്മൾ കാണും. നോഹിന്റെ കാലഘട്ടത്തിൽ നോഹാക്കാർക്ക് ഒരു വെള്ളപ്പൊക്കം നടന്നായിട്ട് കാണും. ഭൂമുഖത്ത് അന്നുണ്ടായിരുന്ന സകലമാന മനുഷ്യരും നശിച്ചുപോയി, സകലരും, എക്സെപ്റ്റ് നോഹ് ആൻഡ് ഹിസ് വൈഫ് ആൻഡ് ആൾസോ ഹിസ് 3 sons ആൻഡ് their wives. നോഹും നോഹിന്റെ ഭാര്യയും അവരുടെ 3 ആൺമക്കളുടെ ഭാര്യമാരും, ഇങ്ങനെ 8 പേരൊഴികെ മറ്റ് മനുഷ്യരെല്ലാവരും ഈ ഭൂമുഖത്ത് നിന്ന് നശിച്ചുപോയി. ദൈവം ആദത്തിന് ഹവ്വയെ സൃഷ്ടിച്ചതിന് ശേഷം കയ്യിനും ഹബേലും കൂടെ പാപം പെരുകിയ പാപത്തിന്റെ വെളിച്ചമായിട്ട് അവരുടെ ചിന്തകളിലും ഭാവനകളിലും പോലും പാപം പെരുകിയപ്പോൾ എന്തുണ്ടായി? ദൈവം ഒരു ന്യായവിധി കൊണ്ടുവന്നു. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ജഡ്ജ്മെന്റ്. ഇനി നിങ്ങൾ ആർക്കെങ്കിലും എടുക്കാൻ പറ്റിയ ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം എടുത്തോളൂ. ഞാൻ പെട്ടെന്ന് പറയാം, നമുക്ക് ഒന്നും പറയാൻ നേരം കിട്ടില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. എന്താ പറയുന്നത്? 6-ാം അധ്യായത്തില് 8-ാമത്തെ വചനം 5 തൊട്ട് വായിക്കുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. ഭൂമിയിൽ മനുഷ്യന്റെ തിന്മ വലുതാണ് എന്നും ഹൃദയ വിചാരങ്ങളിലെ എല്ലാ ഭാവനയും എപ്പോഴും ദുഷ്ടമാണ് എന്നും കർത്താവ് കണ്ടു. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് ദുഃഖിച്ചു. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പലരും പലതരത്തിൽ ചിന്തകളായിരിക്കും. ദൈവമാണോ നമ്മളെ സൃഷ്ടിച്ചത്? ഏത് ദൈവം സൃഷ്ടിച്ച? അങ്ങനെ ദൈവമുണ്ടോ? പല ചിന്തകളുണ്ട്. അതൊക്കെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് സംസാരിക്കാൻ വേണമെങ്കിൽ. അപ്പൊ ഒരു ഗ്രൂപ്പായിട്ട് പറയുമ്പോൾ നമുക്ക് അതിനൊക്കെ സമയം ഉത്തരം കൊടുത്താൽ ഒന്നും എത്തില്ല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ശരിയായിട്ടുള്ള കാര്യം വിശ്വസിക്കുക. മനുഷ്യന് ഈ ഭൂമുഖത്ത് ജന്മം കൊടുത്തുള്ളത്, ജീവൻ വരുന്നത് ദൈവത്തിൽ നിന്നാണ്, മറ്റൊന്നിൽ നിന്നല്ല. ദൈവത്തിന്റെ, നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ദൈവം സൃഷ്ടിച്ച് ദൈവം എല്ലാം നല്ലതെന്നൊക്കെ കണ്ടു. പക്ഷെ ദൈവം പിന്നീട് ദൈവത്തിൽ നിന്നുണ്ടായി, ഈ മനുഷ്യനെ, നമ്മളെ ഓരോരുത്തരും സൃഷ്ടിച്ചതിൽ ദൈവം ദുഃഖിച്ചു. അതിന് മാത്രം മനുഷ്യന്റെ പാപം പ്രവൃത്തിയിൽ മാത്രമല്ല, അവന്റെ ഭാവനകളിൽ, ചിന്തകളിൽ. ഇപ്പൊ തന്നെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഭാവനകൾ, ചിന്തകൾ എങ്ങനെ പോകണം നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ കൂടെ നടക്കുന്ന കാര്യങ്ങളും കൂടി അറിയുന്നവനായ ദൈവം കണ്ടു. എന്ത് കണ്ടു? അവന്റെ ചിന്തയിലും അവന്റെ ഭാവനയിലും എല്ലാ പ്രവൃത്തികളിലും ദുഷ്ടതയും അഴുക്കും തെറ്റും നിറഞ്ഞതാണ്, പാപം നിറഞ്ഞാണെന്ന് കണ്ടു. അത് അവന്റെ ഹൃദയത്തെ, കർത്താവിനെ വേദനിപ്പിച്ചു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? മനുഷ്യരിൽ നിന്ന് നോഹിനെ ദൈവത്തിന് അഭിമതനായി കണ്ടു, നോഹിനെ തെരഞ്ഞെടുത്തു. ബാക്കിയുള്ളവരെ മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ കൂടെ നശിപ്പിച്ചു. എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് വീണ്ടും വിഷമായി. ദൈവം തീരുമാനിച്ചു, ഇനി ഞാൻ എന്താവില്ല, ഒരിക്കലും മനുഷ്യനെ വെള്ളം കൊണ്ട് നശിപ്പിക്കില്ല എന്ന് വെച്ച് ഒരു കവനന്റ് ഉണ്ടാക്കി. ഒരു ഉടമ്പടി. കവനന്റ് എന്ന് പറഞ്ഞ ഉടമ്പടിയാണ്. നിങ്ങൾ ബിസിനസ്സിൽ ചെയ്യുന്ന എഗ്രിമെന്റാണ്. നിങ്ങൾ ബിസിനസ്സിൽ ഇപ്പോൾ ചെയ്യുന്ന എഗ്രിമെന്റുകളാണ്. ഇറ്റ് ഇസ് നോട്ട് എ കവനന്റ്. അല്ലെങ്കിൽ പൊതുവെ നമ്മൾ പറയും, ഒരു എഗ്രിമെന്റ് ഉണ്ടായി, എഗ്രിമെന്റ് അടിക്കൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ തട്ടിക്കളയും. അത് കണ്ടീഷൻ ശരിയായില്ല, ഈ കണ്ടീഷൻ ശരിയല്ല വെച്ചിട്ട് നമുക്ക് ഇപ്പൊ നിങ്ങൾ ജോലിക്ക് ചേർന്നതും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിന്റെ കാര്യങ്ങളിലൊക്കെ ദർ വിൽ ബി എൻ എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് 2 കക്ഷികൾ ചേരുന്നതാണ്. എഗ്രിമെന്റ് ആ 2 കക്ഷികൾ ആരെങ്കിലും ആൾ ബ്രേക്ക് ചെയ്താൽ ആ എഗ്രിമെന്റ് പിന്നെ ഫുൾഫിൽ ചെയ്യില്ല. എന്നാൽ ഇവിടെ ദൈവം ഉണ്ടാക്കിയ കവനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദൈവം മനുഷ്യനാക്കി ഒരു കവനം ഉണ്ടാക്കി. ആ കവനന്റ് ഹി ഹാസ് പുട്ട് ആൻ സൈൻ. ആ കർത്താവ് ഒരു അടയാളം വെച്ചു. ഈ അടയാളം കാണുമ്പോൾ ഇനി ഒരിക്കലും ഞാൻ ലോകത്തിലെ മനുഷ്യരെ വെള്ളം മൂലം നശിപ്പിക്കില്ല എന്നുള്ള രീതിയിൽ ഒരു കവനന്റ് കൊടുത്തു.
അതിന് അടയാളം കൊടുത്തു. ആ അടയാളാണ് ആര് പറയും? പറയാ പക്ഷേ എന്താ പറഞ്ഞ മഴവില്ല്, റെയിൻബോ എന്ന് പറയുന്നത് എടുക്കാം. അത് നമുക്ക് വളരെ വേഗം എടുക്കാം. 39-ാം അധ്യായത്തിൽ എടുക്കാം. ഭൂമി ഉൽപ്പത്തി ജെനസിസ് ചാപ്റ്റർ 9 ഇത് ഞാൻ കണ്ടെത്തിയതൊന്നല്ല, എല്ലാം നമ്മുടെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജെനസിസ് ചാപ്റ്റർ 9 പറയുന്നുണ്ട്, അതായത് മനുഷ്യൻ തകർന്നു പോയി, എല്ലാവരെയും ദൈവം നശിപ്പിച്ചു കളഞ്ഞു, എക്സെപ്റ്റ് ദ നോഹാക്ക് ഫാമിലി. അപ്പൊ ഇനി ദൈവം തോന്നുന്നു ഇനി എന്തായാലും വെള്ളം കൊണ്ടാരും നശിപ്പിക്കില്ല. ഇനി ഈ മഴവില്ല് കാണുമ്പോൾ ഞാൻ ഇത് ഓർക്കും ഇതുണ്ടായി. അപ്പൊ നമ്മൾ ഓർക്കണം, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം മനുഷ്യവംശത്തെ മുഴുവൻ എന്നേക്കുമായി നശിപ്പിച്ചു കളഞ്ഞു. ആ നശിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് പിന്നീട് ദൈവം ഇവരെ നശിപ്പിച്ചത് മനുഷ്യരെ ഓർക്കാൻ വേണ്ടി ഇനി വെള്ളം കൊണ്ട് മനുഷ്യരെ വെള്ളം കൊണ്ട്, അതായത് ഇനി വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്നോ അല്ലെങ്കിൽ അണക്കെട്ട് പൊട്ടില്ല എന്നൊന്നും അർത്ഥമില്ല, മറിച്ച് ഭൂമുഖത്തെ മുഴുവൻ നശിപ്പിക്കുന്ന വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി ഈ ഭൂമിയെ എങ്ങനെയാണ് നശിപ്പിക്കുക? ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, ആരെങ്കിലും പറയാം. ഇനി ഈ അങ്ങനെ ഒരിക്കൽ ഇത് ഞാൻ പറഞ്ഞത് പറയാം നമുക്ക്, പക്ഷെ മറിച്ചൊരു കാര്യം ഇപ്പൊ ചോദിക്കാം, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഭൂമുഖത്തെ മുഴുവൻ ഭൂമിയെ ഉണ്ടാക്കിയ ആള് നശിപ്പിക്കും. അപ്പൊ വെള്ളം കൊണ്ട് ഒരിക്കൽ നശിപ്പിച്ചു, ഭൂമുഖത്തെ മുഴുവൻ നശിപ്പിച്ചു, സകല ജീവജാലങ്ങളും ആ പേടകത്തിന് പെട്ടതല്ലാതെ ബാക്കിയെല്ലാം നശിച്ചുപോയി. അപ്പൊ എന്ന പോലെ ഇനിയും ഒരു മറ്റൊരു ദൈവത്തിന്റെ ഒരു തീരുമാനമാണ്, ഈ ഭൂമിയെ എന്നേക്കുമായി കത്തിച്ചാമ്പലാക്കും. അപ്പൊ അത് ഞാൻ പറഞ്ഞു. അപ്പൊ ഭൂമിയെ ദൈവം ഇനി ഒരിക്കൽ കൂടെ നശിപ്പിക്കും. എങ്ങനെയാണെന്നറിയോ? ആര് പറയും? കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പോ കാണുന്ന എല്ലാം ഭയങ്കര സൗകര്യങ്ങളും വലിയ വലിയ അമ്പരച്ചുമ്പികളായ കെട്ടിടങ്ങളും എയർ കണ്ടീഷനും റോഡും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇനി ദൈവം ഈ ഭൂമുഖത്തെ മുഴുവൻ, ഹലോ ആർക്കും ആൻസർ പറയാൻ പറ്റുമോ? ഈ ലോകത്തെ മുഴുവൻ ദൈവം നശിപ്പിക്കും. ഇപ്പോൾ ഉള്ളതും പണിതുകൊണ്ടിരിക്കുന്നതും പണിത് കഴിഞ്ഞതുമായ എല്ലാ സാധനങ്ങളെയും ദൈവം നശിപ്പിക്കും. അതൊക്കെ ബൈബിളിൽ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ റെഫറൻസ് പറയാൻ നിൽക്കണില്ല, അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല, തുറക്കല്ലേ. എങ്ങനെയാ? ആരെങ്കിലും പറയോ? അക്ഷയ് പറയോ? എങ്ങനെയാ? തീ. വെള്ളം കൊണ്ട് ഒരിക്കൽ നശിപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി തീ കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ദൈവം നശിപ്പിക്കും. ദാറ്റ്സ് വാട്ട് ഈസ് വൈ വി ആർ എക്സ്പെക്ടിങ് എ തേർഡ് വേൾഡ് വാർ. ഒരു 3-ാം ലോക മഹായുദ്ധം ജനം അവിടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. തേർഡ് വേൾഡ് വാർ, 3-ാം ലോക മഹായുദ്ധം. ആ 3-ാം ലോക മഹായുദ്ധത്തോടുകൂടി ലോകത്തിലെ സകലതും കത്തിച്ചാമ്പലും, ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്നതും പണിത് കഴിഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും അതെവിടെ എഴുതിയേക്കണം? അക്ഷയ്ക്ക് അറിയാം എവിടെ എഴുതിയേക്കണെന്ന്? അക്ഷയ് അത്രയ്ക്ക് പോയിട്ടുണ്ടോ? എബ്രായറിലല്ല, ഫസ്റ്റ് പീറ്റർ എടുക്ക്. അതായത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് മീറ്റർ എടുത്താൽ മതി. സെക്കൻഡ് മീറ്റർ കുറച്ചുകൂടി വ്യക്തമായിട്ട്. അതായത് ഫിസിക്സ് അല്ലെങ്കിൽ എലമെന്റ്സ്, മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ബൈബിളാണ് ഏറ്റവും ആദ്യം ഫിസിക്സ് എന്നുള്ള. ബൈബിളിലില്ലാത്ത ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ, എല്ലാം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ബൈബിളിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഫിസിക്സിനെ കുറിച്ച് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങൾ സെക്കൻഡ് മീറ്ററിൽ 3rd ചാപ്റ്ററിൽ 10ാമത്തെ വചനം ഒന്ന് വായിച്ചാല് അതിലുണ്ടോ? സെക്കൻഡ് മീറ്ററിൽ 3ാമത്തെ ചാപ്റ്ററിൽ 10ാമത്തെ വചനം ഇങ്ങനെ വായിക്കുന്നു. അതായത് കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ കടന്നു വരും, അപ്പോൾ ആകാശം വലിയ ശബ്ദഘോഷത്തോടെ കടന്നു പോകും, മൂലഭൂതങ്ങൾ അഗ്നിയിൽ ദഹിക്കും, ഭൂമിയിൽ പണിയപ്പെട്ടതും മുഴുവനും അന്ന് വെന്ത് നശിക്കും. ഭൂമിയിൽ പണിയപ്പെട്ടതും അന്ന് വെന്ത് നശിക്കും. അല്ലാണ്ടോ? ഭൂമിയിൽ പണിയപ്പെട്ടതുമായുള്ള സകല വസ്തുക്കളും എല്ലാം കത്തി നശിക്കും. The world is moving on that way. എല്ലാം കത്തി ചാമ്പലാവാൻ പോവാ. That's why all human beings are expecting. അതായത് എല്ലാ ഹ്യൂമൻ ബീങ്സ് പറഞ്ഞാല് നമുക്ക് അറിയില്ല, അത് അറിയുന്നവർക്ക് അറിയാം, നമ്മൾ ലോകം മുഴുവൻ കത്തി ചാമ്പലാവും. ആ കത്തി ചാമ്പലാവുന്ന മുമ്പ് മനുഷ്യനെ ദൈവം ഓരോരുത്തരെയും പെറുക്കിയെടുക്കുക. ആ പെറുക്കിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളിപ്പോ കർത്താവിടെ കൂട്ടി വെച്ചിരിക്കുന്നത്. നമ്മൾ ധരിക്കുന്ന കാര്യമല്ല. ഇതൊക്കെ വളരെ അടുത്തടുത്ത് വരുന്ന കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ സോദം ഗൊമോറയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വന്നത്.
വളരെ അടുത്തടുത്ത് വരുന്ന കാര്യങ്ങളായതുകൊണ്ട് നശിച്ചു പോകേണ്ട, തകർന്ന് തരിപ്പണാകരുത്, രക്ഷ പ്രാപിക്കണം, സമാധാനമുള്ള ജീവിതം വേണം, നമുക്ക് സ്വസ്ഥത വേണം, നമ്മുടെ രോഗം മാറണം. ഇങ്ങനെ പല കാര്യങ്ങളും ദൈവം നമ്മളിൽ നിന്ന് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അത് അറിയെങ്കിലും ചെയ്താലാണ് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെൻ യു നോ ദ ട്രൂത്ത്, ട്രൂത്ത് വിൽ റിലീസ് യു. സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വന്തമാക്കും. ദൈവത്തിന്റെ വചനമല്ലാതെ മറ്റൊന്നും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ സത്യമായിട്ട് ഇരിക്കുന്നില്ല. അപ്പൊ വചനം അറിയും തോറും, അപ്പൊ ഭൂമിയിൽ പണിതതും